നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 ഇന്നലെ നടന്ന സംഭവ ബഹുലമായ രണ്ട് കാര്യങ്ങൾ. കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കലവിലൊക്കെ നടന്നെങ്കിലും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് മോർണിംഗ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു, റാങ്കിങ് ടാസ്ക് എന്നും പറഞ്ഞു. അത് വെറുതെ ഒരു കഴമ്പില്ലാത്ത ടാസ്ക് എന്ന് വേണേൽ പറയാം. രണ്ടാമത്തെ മുട്ടം പണിയുള്ള ലാലേട്ടൻ പറഞ്ഞുള്ള 7ന്റെ പണിയുള്ള മിഡ് വീക്ക് ടാസ്ക്. അത് കഴിഞ്ഞ് അതിലെ നോമിനേഷൻ ആയിരുന്നു അതിന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ദാ കിടക്കുന്നു, എല്ലാം കഴിഞ്ഞെന്ന് പറയുമ്പോ വീണ്ടും ബിഗ് ബോസ് പറയുന്നു നമുക്കെന്നാ അടുത്ത പരിപാടി നോമിനേഷനിലേക്ക് പോകാമെന്ന്. എല്ലാരും ഞെട്ടിപ്പോയി. ആദ്യം തന്നെ വന്നിട്ട് പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു ഇവിടുത്തെ ബിഗ് ബോസ് നിർത്തുന്നു, ബിഗ് ബോസ് ഇനി ഇല്ല, ഇനി നിങ്ങളുമായിട്ട് ഒരു കോളും ഇല്ല. നമ്മുടെ വീടുകളിൽ ഈ പിള്ളേരെ നമ്മൾ പിണങ്ങുമല്ലോ എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് അങ്ങ് പിണങ്ങി ഇന്നലെ. കാര്യം നെറികെട്ട പരിപാടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് പല പ്രാവശ്യം ഇതിനകത്തില് അവർക്ക് ഇതൊക്കെ എന്തിന് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ആർഭാടം ഉള്ളവരുടെ ആർഭാടത്തിന്റെ ആ ഒരു ഇറിറ്റേഷൻ മനസ്സിലാക്കാനും ഇതിനകത്തില് എത്രത്തോളം മനുഷ്യൻ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്ന ടാസ്കുകളാണ് കൊടുക്കുന്നത്. ഇത് ഈ വാഴകൾക്ക് കുറെ എണ്ണത്തിന് മനസ്സിലാകത്തില്ല. അതിനകത്ത് അനീഷ് എന്ന ഒരു താരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും. അവൻ ആവശ്യമുള്ളപ്പം ഇത് മീൻ വന്ന് വെള്ളം കുടിക്കാൻ മേളി വരുന്നു എന്ന് പറഞ്ഞു കേട്ടെ, ആവശ്യമുള്ളപ്പോ പൊങ്ങി വരും, ആവശ്യമില്ലാത്തപ്പോ മിണ്ടാതെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര ഒരു ഗ്ലാസും കയ്യിൽ കാണും. ഇപ്പൊ ഇന്നലത്തെ നടന്ന ടാസ്കിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ആദ്യമേ വന്നിട്ട് ബിഗ് ബോസ് നിർത്തുക എന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഈ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ, അതായത് ആര്യനും നെവിനും മാത്രമേ ഉള്ളൂ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇപ്പം ബിഗ് ബോസിനകത്ത്. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. ബാക്കിയുള്ളവരെല്ലാം എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറഞ്ഞു. പിന്നെ ജിസയിലാണ് ഇതിനകത്തിലെ പ്രധാന പ്രശ്നം. കാര്യം അവര് മോഡലിങ്ങും അവർക്ക് പിന്നെ ആക്ടിങ്ങും അവരുടെ ഒരു വേറൊരു ഫാന്റസി ലോകമാണ്. അവര് വിചാരിച്ച ഈ ഹിന്ദി ഇതിൽ പോയിട്ട് ബിഗ് ബോസിൽ പോയ ഒരാളാണ്. അപ്പൊ ഇവിടെ വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ ഷൈൻ ചെയ്യാം, ഫെമിലിയർ ആകാം, കൂടുതൽ ചാൻസ് അവരുടെ പ്രൊഫഷന് വേണ്ടി എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജിസൈലിന്റെ കാണുമ്പോൾ. അതുപോലെ തന്നെ മറ്റുള്ള പലരും ഇതിനകത്ത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങിയ സ്റ്റാർ ആകും, ഉദ്ഘാടനത്തിന് വിളിക്കും, സിനിമയെ വിളിക്കും, സിനിമയിലൊക്കെ വിളിക്കുമെന്നും പറഞ്ഞായിരിക്കും പോകുന്നത്. എന്തായാലും കൊള്ളാം, കുറെ എണ്ണങ്ങൾ വാഴകളുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് നമുക്ക് പറയാം. ആദ്യമായി ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങളെ ഗസ്റ്റുകളായിട്ട് കണക്കാക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ഫുഡുകൾ തരും, പിന്നെ നിങ്ങൾക്ക് മറ്റ് ടാസ്ക് ഇല്ല, നിങ്ങളുടെ നെറ്റ് ലൈവ് മറ്റേ ഹോട്ട്സ്റ്റാർ ലൈവ് ഒക്കെ നിർത്തുകയാണ്. ബിഗ് ബോസ് ഇനിയും പിണങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തു. ക്യാപ്റ്റൻ ഇപ്പോൾ ഷാനവാസാണ്. ഷാനവാസ് അതിന്റെ ഉറപ്പ് കൊടുക്കണം, ആണെങ്കിൽ മാത്രമേ തുടരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് വന്നിട്ട് ചൊറിഞ്ഞു പലരെയും ഇങ്ങനെ ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ജിസേലിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെ അനുമോളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇതിനകത്തിൽ ബന്ധപ്പെട്ട കുറച്ച് 2-3 പേരുണ്ടായിരുന്നല്ലോ അവരുടെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു. ഷാനവാസ് എങ്ങും തുടർത്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജിസേൽ പറയും എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നോക്ക് നിങ്ങൾ എന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇത് മെഴുകാൻ പോയപ്പം പിന്നെ എഴുന്നേറ്റ് പറഞ്ഞു വെളുപ്പിനെ 4:30 എന്താ കൊണ്ട് ഇടുന്ന കണ്ടെന്നു. 4:30 ബിഗ് ബോസിന്റെ ക്യാമറ അതിനകത്ത് 72 ക്യാമറയെന്നാണ് വെച്ചേക്കുന്നത്. 400 പേരോട് 300 മുതൽ 400 വരെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആളുകൾ ബിഗ് ബോസിന്റെ ഇങ്ങോളം വർക്ക് ചെയ്യാണ്. അവരൊക്കെ വെറും വിഡ്ഢികളാണെന്നാണ്. 4 മണിയല്ല, എത്ര ഒരു സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ഒരു കള്ള അവിടെ ചെയ്താൽ കണ്ടുപിടിക്കും. ഇവര് ബുദ്ധിയില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇതിനകത്തുള്ളൂ. 4 മണിക്ക് പോയി ലിപ്സ്റ്റിക്കോ എന്തോ അപ്പൊ പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് അല്ല ഇട്ടത്, എന്റെ ലെൻസ് കണ്ണിൽ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കൊള്ളാം, ഇനി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന് ഉറപ്പ് കൊടുത്തു. ഉറപ്പ് കൊടുത്തതിന്റെ പേരിൽ ആഴ്ചയിലെ 2 മണിക്കൂർ ടാസ്ക് ഉണ്ട്. അതില് ഇവർക്ക് കയറി ഇപ്പൊ ഫുഡൊന്നും ഇല്ല. സത്യം പറയാൻ കഷ്ടം തോന്നുന്നു. അതിനകത്ത് ആഹാരവും ഇല്ല, ഇവർക്ക് ഡ്രസ്സും ഇല്ല, കോസ്മെറ്റിക്സും ഇല്ല, ഒന്നുമില്ല, മനസമാധാനവും ഇല്ല. അത് അനീഷിനെ കൊണ്ടാ കേട്ടോ, അത് അവിടെ നിൽക്കണം വരാം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്
ഈ ഒരു പണിപ്പുര ടാസ്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്തില് എല്ലാരും കൂടി യോജിച്ച് ഒരാളെ തെരഞ്ഞെടുത്ത് ഈ പണിപ്പുരയിലോട്ട് വിടുകയാണെങ്കിൽ ആ ആളിന് 20 സെക്കൻഡ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ 20, 15, 10 അങ്ങനെയൊക്കെയാണ് അതിന്റെ റൂള്. അപ്പൊ ആ 20 സെക്കൻഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പം പിന്നെ അതിനകത്തിൽ പോകാൻ അതായത് ഷാനവാസ് പറഞ്ഞതിന് പ്രകാരം ആരാ പോകുന്നത്? ആര്യനെ വിട്ടുകഴിഞ്ഞാൽ, നെവിനെ വിട്ടുകഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് അവർക്ക് ബാഡ്ജ് ഉള്ളതുകൊണ്ട് അവർക്ക് ഡ്രസ്സുണ്ട്. അപ്പൊ അവര് പോയി കുറെ ഫുഡ് ഐറ്റംസ് കിട്ടുമല്ലോ. അവര് പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ആര്യന് വിടാമെന്നുള്ള സജഷൻ വന്നു. അന്നേരം ദേ വന്നു. നമ്മൾ വിചാരിച്ച അനീഷ് ക്യാപ്റ്റൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സൈലന്റ് ആയിട്ടിരിക്കുമെന്ന്. നമുക്കൊക്കെ അറിയാം അനീഷ് ശരിക്കും നമ്പർ 1 കളി അവിടെ കളിക്കും. അനീഷിന്റെ ഒറിജിനൽ സ്വഭാവം അവിടെ വേറൊരു സ്വഭാവത്തിലാണ് അനീഷ് പോകുന്നെന്നുള്ളത് നമുക്കറിയാം. അനീഷ് പറഞ്ഞു, ഞാനാണൊന്നാമൻ, ഞാൻ പോയാൽ മാത്രമേ ഇത്രയും ഫുഡ് എടുക്കാൻ പറ്റൂ, ഞാനാണ് ബിഗ് ബോസ് ഒന്നാമൻ, ഞാനാണ് ബിഗ് ബോസ് ഇവന്റെ വേറൊരു കാര്യമുണ്ട്, നമുക്കാണെങ്കിലും നമ്മുടെ ക്ഷമ നശിക്കും, ചെകിട്ടത്തെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും. ഇതിനകത്ത് പലരും അഭിലാഷൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ വിചാരിക്കും അടിക്കുന്നു, അടിക്കാത്തന്നറിയാം, അടിച്ചാൽ അന്നേരം പുറത്താക്കും. ഇവനാണേൽ കൊള്ളാൻ തയ്യാറായിരിക്കുവോ. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങനെ അടിയുടെ ഒരു വക്കിന്റെ പറഞ്ഞപ്പം അടിക്കട എന്നും പറഞ്ഞുള്ള വാഗ്വാദങ്ങൾ പലരുമായിട്ടുമായി പനി ശരത്ത് എല്ലാരുമായിട്ട് ഈ അനീഷ് വേഴ്സസ് 18 കണ്ടസ്റ്റൻസ് എന്നാണിപ്പോ ബിഗ് ബോസിന് പേരിടണ്ടെന്ന് തോന്നുന്നു. അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ തന്ത്രമാണ്. അവൻ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകും. കാര്യം അവന് വേറൊരു നല്ല മുഖം ഉണ്ടെന്ന് ഉള്ളതിന് ഒരു തെളിവുണ്ട്. ക്യാപ്റ്റൻ പദവി മാറിയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഷാനവാസിനും നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്ത് ഷേക്കാൻഡ് ഹഗ് ചെയ്ത് മാറാൻ പറഞ്ഞു. പോയിട്ട് പുള്ളിയെ ഒരു ചീപ്പ് എടുത്തിട്ട് പുള്ളി യൂസ് ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ കൈകൊണ്ട് വെക്കത്തേ ഉള്ളൂ, എനിക്ക് വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനിത് സ്നേഹപൂർവ്വം എന്റെ പ്രിയ സുഹൃത്തിന് നൽകുക എന്നും പറഞ്ഞ് കൊടുക്കുന്ന ഒരു സീൻ കണ്ടു. അപ്പൊ അവനവര് പിന്നെ അതുപോലുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനും അവന് അറിയാൻ വിചാരിക്കൊന്നുമല്ല. പക്ഷെ ഈ ബിഗ് ബോസിന്റെ ഈ ഒരു ഇതില് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവൻ ഉറച്ച ഓരോ ചലനങ്ങളും അവൻ മനസ്സിലാക്കിയ പ്രവർത്തിക്കുന്നത്. ബാക്കി 18 എണ്ണം അത് മനസ്സിലാക്കത്തില്ല. ഇവനെതിരെ വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അവൻ ഡബടിച്ചുകൊണ്ട് അങ്ങ് പോകും. എന്തായാലും ശരി, ഞാനാണെന്നവൻ പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു. ഷാനവാസ് പറഞ്ഞു, എന്തായാലും ശരി, ഒരു കാര്യം ചെയ്യാം, ശരത്തിനെയും ഇവനെ വിടാം എന്ന് പറഞ്ഞു. ഇവൻ ഏതായാലും ഇങ്ങനെ 1 മണിക്കൂറും ചലിച്ചോണ്ടിരിക്കും, നമുക്ക് ഇവനെ തന്നെ വിടാം, നമുക്ക് അത്യാവശ്യം ഫുഡ് കിട്ടുമല്ലോ. ബിഗ് ബോസിൽ ഇപ്പം ഫുഡൊന്നും ഇല്ല, കഞ്ഞി അല്ല, നമ്മുടെ ദാരിദ്ര്യം പറയുമല്ലോ, ഇച്ചിരി കാര്യം മാത്രമേ ഉള്ളൂ, അത് നീട്ടിയൊരു കഞ്ഞി വെച്ച് ഈ 19 പേര് കഴിക്കട്ടെ, ഇത്ര വളർന്നൊക്കെ പറയുന്നുണ്ട് ശാരിക. എന്തായാലും ശരി, ഇവനെ വിടാൻ അനീഷ്, കാര്യം വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലോ, വിടാമെന്ന് തീരുമാനിക്കുമ്പോൾ ഏകദേശ ധാരണയായി കഴിയുമ്പോഴത്തേക്ക് അക്ബറും ശരത്തും ഒനിയിലും എല്ലാവരും കൂടെ അങ്ങ് പിരിഞ്ഞ. കാര്യം പെണ്ണുങ്ങൾ വലിയ പ്രശ്നമാണ്, പെണ്ണുങ്ങൾക്ക് ഇച്ചിരി ഫുഡ് കിട്ടിയാലും കുഴപ്പം ഇതാണെന്നുള്ളത്. അതായത് അനുമോളൊക്കെ പിന്നെ ഇവനെ അനീഷിനെ വിടാൻ തന്നെ പറഞ്ഞു. പക്ഷെ എന്തായാലും ശരി, അവിടെ വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ടൈം ഔട്ടായി. അതിന്റെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ടാസ്കിൽ ഇതില് ഐകകണ്ഠേന ഒരാളെ തെരഞ്ഞെടുക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കാത്തതിനാൽ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കൈ അടിച്ചങ്ങ് പാസ്സാക്കി. കാര്യം അനീഷിനോടുള്ള വിരോധം. അതുകൊണ്ട് ഫുഡൊന്നും കിട്ടത്തില്ല. അതാണ് ഇന്നലത്തെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മിഡ് വീക്ക് ടാസ്ക് 4 മണിക്ക് ബോസ് വിളിച്ചു. ഈ മിഡ് വീക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത പണിയായി പോയി എന്ന് വേണം കരുതാൻ. അതായത് അവരവരുടെ ഈ ഇത്രയും കണ്ടസ്റ്റൻസും, അതായത് ഷാനവാസും അക്ബറും ഈ പിന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടാണ്. ബാക്കി എല്ലാവരും വന്നിട്ട് അവരവരുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഞാൻ ഇതിൽ നിൽക്കുവാൻ, അതായത്
പൂർണ്ണമായും ഇതിനകത്ത് സഹകരിച്ച് പോകും, അല്ലെങ്കിൽ ഞാൻ അതിന് അർഹനാണ് എന്നുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ടിംഗ്, ഒരു പാറ്റേൺ, ഒരു വൈറ്റ് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നൊരു പരിപാടി നടത്തി. കുറേ സമയം എടുത്തു. പക്ഷെ ലൈവിലൊക്കെ കംപ്ലീറ്റ് കുറേ സമയം എടുത്തെങ്കിലും എഡിറ്റഡ് ആണ് നമ്മുടെ ടിവിയിലൊക്കെ വന്നത്. എന്തായാലും ശരി, അതൊരു ശരിക്കും പറഞ്ഞ ഒരു റാങ്കിങ് ടാസ്കോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു 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 പ്രധാന ഒരു ടാസ്ക് ആയിട്ടൊന്നും വന്നില്ല. ഇതൊക്കെ ചുമ്മാ ഒരു കുഞ്ഞുകളിയാണ്. ഇനി വലിയ പണികളൊക്കെ വരാൻ പോകുന്നുള്ളൂ. എന്തായാലും ശരി, ഇതിനകത്തിൽ നിന്ന് ഇത്രയും പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഈ ഇവരുടെ ഇതനുസരിച്ച് ഇന്ത്യ വിട്ട ഈ 2 പേർക്ക് ഇടുന്ന ഹയസ്റ്റ് കിട്ടിയിരിക്കുന്ന അനീഷ്, പൊനിയിലെ ശാരിക, സരിക, രേണു സുധി, റന ഫാത്തിമ, ഇത്രയും പേർക്കാണ്. റന ഫാത്തിമയും അനീഷും ഒന്നും പോയിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ മിക്കവാറും ശാരിക അല്ലെങ്കിൽ രേണു സുധി ഇപ്പോഴേ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ശരീരത്തിന് സുഖമല്ല. കാര്യം അവർക്കൊന്നും കളിക്കാനുള്ള സ്പേസ് അതിനകത്ത് കിട്ടത്തില്ല. അത്രയും പുലികൾ അതിനകത്ത് കിടക്കുന്നു. അതിനകത്ത് പോയിട്ട് ഒന്നും ചെയ്യാനുള്ളതെന്ന് രേണുസുധീന് മനസ്സിലായി. പിന്നെ ഇടയ്ക്ക് പറയാൻ കിച്ചുമോനെ കാണണം, എസ്തപ്പാനെ കാണണം, മറ്റേ ഋത്തപ്പനെ കാണണം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം പോകാൻ തയ്യാറായിരിക്കുക രേണുസുധി. ഇപ്പം ബിഗ് ബോസ് ഇനിയിപ്പോ അത് മനസ്സിലാക്കി അങ്ങ് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ വോട്ടിങ്ങിന്റെ ഒരു ഇതും കൂടെ നോക്കുമല്ലോ. വോട്ടിങ്ങിന്റെ മാത്രം അല്ല നോക്കുന്നത് ഇവിടെ, ടാസ്കിന്റെ പ്രാവശ്യം വോട്ട് ചെയ്ത് ഇപ്പൊ PR വർക്ക് പലരും ചെയ്യുന്നുണ്ടെന്ന് ബിഗ് ബോസിന് കഴിഞ്ഞ സീസണിലെ എല്ലാം കാര്യങ്ങൾ ബിഗ് ബോസിന് മനസ്സിലായി. സോഷ്യൽ മീഡിയയുടെ PR വർക്ക് ചെയ്ത് ഇതിനകത്തില് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയ്ക്ക് പണി കൊടുത്തോണ്ടിരിക്കാൻ ഇപ്പൊ. അങ്ങനെയുള്ള ഒരു പണി രേണുസുധിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എലിമിനേഷൻ വന്ന് എന്നെ വോട്ട് ചെയ്ത് BJP കിടന്നും പറഞ്ഞു പോകുന്നതിന് മുമ്പേ ചേച്ചിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് വെച്ചാൽ പൊളിപ്പിച്ചിടാ ലാലേട്ടൻ. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ പോയേക്കുവാണ്. ഈ ഇത്രയും പേര് പിന്നെ 6 പേർക്ക് ഒരു കണ്ണട കൊടുത്തു. അതാണ് രസം. ക്യാപ്റ്റൻ ഷാനവാസിന്റെ അടുത്ത് എടുത്തു കൊടുക്കാൻ പറയും. ഇത് കണ്ണട എന്ന് പറയുമ്പോൾ എല്ലാവരും വെച്ചാൽ ഒരു കണ്ണടയല്ല, അതിപ്പോ എന്താ ഒരു ഗ്ലാസ്സേ ഉള്ളൂ, ഒരു ബ്ലാക്ക് ഗ്ലാസും ഇപ്പൊ ഓപ്പൺ ചെയ്ത് ആന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഏതാണ്ട് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് ഇപ്പം റനാഭാജ പറഞ്ഞുണ്ട്, തിമിരം വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശരി, കോമഡി ആയിരുന്നു കുറെ സമയം, എന്താ പറഞ്ഞാലും. അപ്പൊ ആൾക്കാർക്ക് കുറെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എവിടെയും പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അനീഷിനായിരിക്കും കൂടുതൽ ഈ എവിക്ഷനിൽ വോട്ട് വരാൻ സാധ്യത. അകത്ത് ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ബിഗ് ബോസ് അനീഷിനെ വിടത്തില്ല. അനീഷിനെ വിട്ട് അതിനകത്ത് ഇപ്പൊ കോണ്ടന്റ് ഒന്നും ഉണ്ടാക്കുന്നവര് എത്രത്തോളം ഉണ്ട്. അനീഷുള്ളതോളം വേറൊരു കാര്യമുണ്ട്, പലർക്കും കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തുമില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും ശരി, ഇനിയും ഇതിലൊക്കെ പെടാതെ ഒരാളുണ്ട്. എന്നാൽ വലിയ കഴിവൊന്നും ടാസ്കും ഒന്നും വലിയ സമർത്ഥമായി ചെയ്തിട്ടില്ല അഭിലാഷ് ആകെ ശ്രദ്ധ പിടിച്ചു വെച്ചേക്കുന്ന അനീഷിനെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അയാളുടെ ഭാഗത്തുനിന്ന് എന്ത് കോൺട്രിബ്യൂഷൻ വന്നെന്ന് ഈ കാണികൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. ചുമ്മാ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചുമ്മാ ഇപ്പം രേണുസുതി ഒത്തിരി പേടി സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് കുറെ ഉണ്ട്, അതുകൊണ്ട് കുറെ വോട്ടൊക്കെ കിട്ടും. രേണുസുതിയാണ് ഗബ്ബടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ വരുന്നത്. ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ ബിഗ് ബോസ് വിന്നറാകുന്ന ഒരു മെയിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഏകദേശം ഇപ്പോഴത്തെ ഒരു പിക്ചർ അങ്ങനെ കാണും. ഇതിനകത്ത് നിന്ന് ഇനിയും ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. ഇവര് പുപ്പലികളെ കൊണ്ടുവരും ഇപ്രാവശ്യം. ആദ്യത്തെ നമ്മൾ ഈ 19 പേരെ കണ്ട് ഇതാകത്തില്ല. അതുപോലെ തന്നെ ആദില നൂറയുടെ ഈ ഇതിൻ്റെ അകത്തിലെ ഇത് വന്നെങ്കിൽ നോമിനേഷൻ സെപ്പറേറ്റ് എല്ലാ കാര്യത്തിലും ഒന്നായിട്ട് കരുതുന്ന ആദില നൂറ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ടാസ്കിന്റെ ഈ നോമിനേഷന്റെ ഇതിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളെ പറഞ്ഞു വിടും, ഒരാളെ നിർത്തും. അത് ബിഗ് ബോസിന്റെ ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ശരി, നമുക്ക് വരും ആഴ്ചകളിൽ
അല്ലെങ്കിൽ ഇന്ന് ചൊവ്വയാണ് പിന്നെ മിഡ് വീക്ക് ടാസ്ക് 2 ടാസ്കാണ് ചൊവ്വയും വ്യാഴവും. ഇന്ന് ചൊവ്വയാണ്, ഇന്ന് വൈകിട്ട് അറിയാം അതിന്റെ കുറെ കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ വ്യാഴാഴ്ച അറിയാം. ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് 2 പേര് അതിൽ നിന്ന്. അത് കഴിഞ്ഞ് വന്ന നോമിനേഷൻ പ്രോസസ്സ് വന്നു. അതിനകത്തും കുറെ പേരുകൾ വന്നിട്ടുണ്ട്. ഈ ഇവര് ഷാനവാസും പിന്നെ അക്ബറും അതിനകത്ത് വന്നിട്ടുള്ളതാണ് നോമിനേഷൻ. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആ ശൈത്യക്കൊക്കെ കൂടുതൽ വോട്ട് ഇത് വന്നിട്ടുണ്ട്. ശൈത്യമൊക്കെ മിക്കവാറും പോകും. ശൈത്യം ഒരു കളിയില്ല, ചുമ്മാ ഈ വാവളപ്പ് അഡ്വക്കറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സംസാരിക്കുക ഒന്നുമില്ല. ശാരിക ചുമ്മാ ഇടയ്ക്കെങ്കിലും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. കഥയൊന്നും ഇല്ല ഇത്. ശാരിക, പിന്നെ നിവിനും ഒക്കെ പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ 2 പേരാണോ 3 പേരാണോ 4 പേരാണോ ഈ ആഴ്ച പോകുന്നത് എന്നുള്ളതാണ് വളരെ ആകാംക്ഷാഭരിത നിറഞ്ഞ ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ചുരുക്കം. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചിലപ്പോൾ ഞാൻ കണ്ട ഒരു ഇത് വെച്ചാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ഇടുക, ഞാനത് തിരുത്താം. മനുഷ്യരല്ലോ, തെറ്റുകളൊക്കെ ചിലപ്പോൾ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.